നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ പഠിച്ചാലോ. നമ്മൾ ബോർഡേഴ്സൊക്കെ വരയ്ക്കില്ലേ, അതുപോലെ ചെയ്യാനായിട്ടുള്ളൊരു ഡിസൈനാട്ടോ. അതിനായിട്ട് താഴെയും മേലിലായിട്ട് ചെറിയൊരു ഡിസ്റ്റൻസിൽ ഇതുപോലെ 2 ലൈൻസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോർഡർ ഡിസൈനൊക്കെ ചെയ്യാൻ നേരത്ത് ചെയ്യുന്നൊരു ഡിസൈനാണ്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. അതിന് നമ്മൾ സി ഒക്കെ എഴുതില്ലേ, അതുപോലെ ഇങ്ങനെ എഴുതല്ല വരക്കാം. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും അതിനോട് ഫേസ് ചെയ്ത് ഇതുപോലെ വരക്കാം. വീണ്ടും നമ്മളൊന്ന് കർവ് ചെയ്ത് ഒരു സി ഷേപ്പ് അല്ലേ, സി അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് നിൽക്കുന്ന പോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 6 വരക്കാൻ എല്ലാവർക്കും അറിയില്ലേ. 6 ഇപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്ത് ചെറുതായിട്ട് ഒരു 6 ഷേപ്പിലേക്ക് അതിനെ കൊണ്ടുവന്നു. കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് എടുക്കാം. ഇനി എസ് വരക്കാൻ അറിയാലോ അല്ലേ. അപ്പോൾ നമ്മളിതേ ഇവിടെ നിന്ന് ഒരു എസ് ഷേപ്പ് പോലെ ആ 6ൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൊടുക്കാം. ഒന്നുകൂടി കാണിച്ചു തരാവേ. ഇതുപോലെ ഒന്ന് കൊടുത്തു. ഇനി ഡോട്ട് അപ്ലൈ ചെയ്യാൻ അറിയാമോ? ഇതുപോലെയാണ് ഡോട്ട് ഇടേണ്ടത്. ഇതിനൊക്കെ കുറേ തിയറീസ് ഉണ്ട് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ചെറിയൊരു ഡിസൈൻ അപ്ലൈ ചെയ്യണേ. ചെറുതായിട്ട് ഇതുപോലെ 2 സൈഡിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മിഡിൽ സൈഡിൽ ഇതുപോലെ റാ പോലെ നമ്മൾ വരച്ചിട്ട് അതൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ബാലൻസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ഏരിയ ഇവിടെ ഇതിന് ഒന്ന് ഡാർക്ക് ചെയ്തതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിനെ ലിറ്റിൽ എലഫൻറ്റ് ഡിസൈൻസ് എന്ന് പറയും. ബേബി എലഫൻറ്റ് ഡിസൈൻസ്, പല മോഡലും നമുക്ക് എലഫൻറ്റ് ഡിസൈൻസ് ചെയ്യാൻ പറ്റും. അതിലൊരു മോഡലാണ് കേട്ടോ ഇത്.